മഴ നിലനിൽക്കുന്ന സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ ഈ മഴയുടെയൊക്കെ ദുരിതം അനുഭവിക്കുന്നത് നമ്മുടെ തീരദേശത്തുള്ളവരാണ്. കാരണം കടലാക്രമണമൊക്കെ മഴ സാഹചര്യം വരുമ്പോഴത്തേനും നിലവിലുള്ളതിലേക്കാട്ടും 10 മടങ്ങ് വർദ്ധിക്കും. പല സ്ഥലങ്ങളിലും കടൽ ഭിത്തികളില്ല. അങ്ങനെ ഈ കടൽ വെള്ളം വീടുകളിലേക്ക് അടിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനിപ്പോൾ പോകുന്നത്, നമ്മളിപ്പോൾ ഇന്നലെയും കണ്ടതാണ്, കണ്ണമാലിക്കാരുടെ ഒരു ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല. അത്രമേൽ വെള്ളം കയറി അവർക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയിരിക്കുകയാണ്. പ്രദേശത്ത് ജനങ്ങളുടെ പ്രതിഷേധമുണ്ട്, നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്നുണ്ട്. സഹിൻ ആന്റണിയുടെ പ്രദേശത്ത് നിന്നും നമുക്കൊപ്പം തത്സമയം. സഹിൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെയും കണ്ടു കണ്ണമാലിക്കാരുടെ ദുരിതം, നേരിട്ടറിഞ്ഞു, അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേട്ടു. പ്രതിഷേധമുണ്ട്. ഇന്ന് എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? ഇന്നലത്തേതിൽ നിന്ന് എന്തെങ്കിലും ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ടോ? സേതു, തുടർച്ചയായി 9 ദിവസവും കടൽ കയറിയതിനെ തുടർന്നാണ് കണ്ണമാലി നിവാസികൾ ഇപ്പോൾ റോഡ് ഉപരോധിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവർ തുടർച്ചയായി ആവശ്യപ്പെടുന്നു, കടൽ ഭിത്തികളില്ല, പകരം വീടുകളിലേക്ക് വെള്ളം കയറാതിരിക്കാനുള്ള ബദൽ സംവിധാനം ഒരുക്കണമെന്നുള്ളത്. എന്നാൽ ഇതുവരെയും അതിനുവേണ്ട നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. മാത്രമല്ല, ഇന്നലെ അടക്കം എല്ലാ വീടുകളിലേക്കും 4 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ വീടുകളിലേക്കും 600ഓളം വീടുകളിലേക്ക് വെള്ളം കയറിയിരുന്നു. ഒട്ടുമിക്ക വീടുകളുടെയും അവസ്ഥ വലിയ ദയനീയ. ആ വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങിയത് രാവിലെ 11 മണിക്ക് കടൽ കയറാൻ തുടങ്ങിയിട്ട് ആ കടല് തിരിച്ചിറങ്ങുന്നത് 9 മണിയോടുകൂടിയാണ്. അതുവരെയും ഈ ജനങ്ങൾ ഈ സങ്കടാവസ്ഥയിൽ കഴിയേണ്ടതായിരുന്നു. മാത്രമല്ല, ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി അധികാരികൾ ആരും തന്നെ വന്നില്ല. ഇതൊക്കെ ജനങ്ങളുടെ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും കണ്ണമാലിയിലെ 2 ഇടങ്ങളിൽ ജനങ്ങൾ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തീരദേശം വഴിയുള്ള യാത്രകൾ പൂർണ്ണമായിട്ടും സ്തംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇതൊരു സൂചന സമരം മാത്രമായിട്ടാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ ശക്തമായ സമരങ്ങളിലേക്ക് ജനങ്ങൾ പോകേണ്ടതായി വരും. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 600ഓളം വീടുകളിൽ ഇത്തരത്തിലുള്ള വെള്ളം കടൽ ഇടിച്ചു കയറുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഒട്ടുമിക്ക ഇടങ്ങളിലും കടൽ ഭിത്തികൾ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. നിരന്തരമായി ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ഒരു ബദൽ സംവിധാനം വേണമെന്നുള്ളത്. പക്ഷേ അതിന് പറ്റിയ സംവിധാനം ഒരുക്കാൻ അധികാരികൾ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ വള്ളവും ഒപ്പം തന്നെ മറ്റ് തെങ്ങിൻ കഷ്ണവും എല്ലാം വെച്ച് റോഡ് ഉപരോധിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണിത്? ഇത് നിരന്തരം ആവശ്യപ്പെട്ടിട്ട് ഇവരെന്താണ് ഈ പറയുന്നത്? മറുപടി എന്താ പറയുന്നത്? ഒന്നും ചെയ്യാനല്ല, ഇത്രയും കടൽ കയറിയിട്ട് ഒന്നും ചെയ്യാനില്ല. ഒരാൾ തിരിഞ്ഞുകൂടി നോക്കണില്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ കിടക്കണത്. ഒരു കിടന്നുകൂടി ഉറങ്ങാൻ പറ്റില്ല. തുടർച്ചയായി 9 ദിവസമായി 9 ദിവസമായി ഇപ്പൊ കയറണം. കിടന്നുറങ്ങാൻ പറ്റില്ല, കഞ്ഞി വെക്കാൻ പറ്റില്ല വീട്ടിൽ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ. അങ്ങനെയാണ് സേതു ഈ പറയുന്നതൊക്കെ. ഇവരുടെ ഒരു ഏറ്റവും ദുസ്സഹമായ ഒരു അവസ്ഥയിലേക്ക് പോയപ്പോഴാണ് ഈ ആളുകളൊക്കെ പ്രതികരിക്കേണ്ടി വരുന്നത്. എല്ലാ വീടുകളുടെയൊക്കെ ഒരു അവസ്ഥ തന്നെയാണ്. അതിവിടെ വർഷങ്ങളായിട്ട് ഇത് സംഭവമാണ്, ആദ്യത്തെ സംഭവമല്ല ഇത്. ഇപ്പോൾ ഇവിടെ ബന്ധപ്പെട്ട അധികാരികളെല്ലാം തന്നെ ഈ വക കാര്യങ്ങൾ അറിയാം. വർഷകാലം വളരെ പണ്ടെന്ന് പറഞ്ഞാൽ ഈ വർഷകാലത്തിന് മുന്നേ ഈ കൽഭിത്തിയിൽ അത് സ്ട്രോങ് ആക്കാൻ വേണ്ടി കല്ലുകൾ കൊണ്ട് അടിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പം ആ പരിപാടിയൊക്കെ മാറ്റി. ഇപ്പോൾ ഈ വർഷങ്ങളായിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഭരിക്കുന്ന സർക്കാരിനാണെങ്കിലും നമ്മുടെ ബന്ധപ്പെട്ട MLA അല്ലെങ്കിൽ പഞ്ചായത്ത് അധികാരികൾക്ക് എല്ലാവർക്കും അറിയാം ഈ വിഷയം. അപ്പോൾ നമുക്കൊന്നും മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ഒരുക്കിയാൽ പോരെ? എന്തുവരെ ഇത് ചെയ്യാത്ത? ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലെങ്കിലും ഇതുപോലത്തെ ഒരു ചെറിയ ഏതെങ്കിലും തട സംവിധാനം ചെയ്താൽ ആശ്വാസം കിട്ടും. ഇതൊക്കെ ആവശ്യപ്പെട്ടിരുന്നേണോ ഇവിടുത്തെ? തീർച്ചയായിട്ടും ഇവിടെ പല സംഘടനകൾ വഴിയാണെങ്കിലും നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റും നമ്മൾ ചെല്ലാനം പഞ്ചായത്തിനെ അറിയിക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ ചെല്ലാനം പഞ്ചായത്തിൽ നമുക്ക് അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഇവിടുന്ന് അപേക്ഷ പോകുന്നത് ഫെബ്രുവരിയിലാണ്. ശരിക്കും പോകേണ്ട കഴിഞ്ഞ നവംബറിൽ പോയാൽ മാത്രമേ നമുക്കിത് വരാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ സമരങ്ങൾ ഉണ്ടാക്കുകയും അതിന് ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഇവിടെയുള്ള പ്രാദേശികവാസികളല്ല. ഇതിന് പങ്കെടുക്കാൻ പോണവർ പറയുന്നത് നമുക്ക് ബീച്ചിന്റെ അന്വേഷണം മതി എന്നാ പറഞ്ഞത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് 6 പ്രപ്പോസൽ പോയിട്ടുണ്ട് ഇവിടുന്ന്, അതായത് പുത്തൻതോട് മുതൽ മാനാശ്ശേരി വരെയുള്ള. അതിന്റെ AS കിട്ടിയാൽ നമുക്ക് ഇവിടെ വർക്ക് സാങ്ഷനും അത് കടവിലും മാനാശ്ശേരിയിലും എല്ലാം ഇപ്പൊ വ്യാപകമായി വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞ കേൾക്കാം. അതായത് 6.1 കിലോമീറ്റർ നമുക്ക് ഇവിടുന്ന് പോകാൻ പ്രപ്പോസൽ പോയിട്ടുണ്ട് ഇപ്പൊ ഇവിടുന്ന്. അത് നമ്മുടെ ഈ സമരക്കാരും നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് AS കിട്ടിയാൽ മന്ത്രിസഭയുടെ അംഗീകാരം കിട്ടിയാൽ നമുക്ക് ഇവിടെ വർക്ക് സ്റ്റാർട്ടാകും. നമ്മളല്ലാതെ എല്ലാം കൂടി ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കാര്യമില്ല. ഇത് വർഷാവർഷം നമുക്ക് ഇപ്പോഴും താൽക്കാലിക പ്രവർത്തനങ്ങൾ വേണം. അത് കാലവർഷം ആകുന്ന മുമ്പ് തന്നെ ചെയ്തു പോകണം. ഒപ്പം തന്നെ നമുക്ക് ഈ AS അതായത് 6.1 കിലോമീറ്ററിന്റെ ഈ നമുക്ക് ഇതെന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം മാത്രം ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പറഞ്ഞു. അല്ലാതെ ഇവിടെ ഇപ്പൊ താൽക്കാലം ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അത് ചെയ്യണം. പക്ഷെ ഇതിന്റെ ഒരു മറുപടി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കേണ്ട, ഞങ്ങളുടെ അനുഭവിക്കുന്ന വ്യക്തികളെ ഞാൻ ചർച്ചയ്ക്ക് വിളിക്കണം. അല്ലാതെ പുറത്തുനിന്ന് ആൾക്കാർ പറയാനുള്ളത് അറിയാം. കാരണം അത്രമേൽ ആ മനുഷ്യർ ദുരിതം അനുഭവിച്ചു കഴിഞ്ഞു. എത്രയെന്ന് പറഞ്ഞ് സഹിച്ചു നിൽക്കുമല്ലേ. അങ്ങനെയാണ് ഇപ്പോൾ പ്രദേശത്തിലേക്ക് പോലും എത്തിയിരിക്കുന്നത്. സഹിൻ ആന്റണി അവിടെ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത്.
കണ്ണമാലിക്കാർ അവിടെ റോഡ് ഉപരോധിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ, അവരെ കേൾക്കാൻ ആരെങ്കിലും വരുമെന്നൊരു പ്രതീക്ഷയോടുകൂടി.